ഏവർക്കും സാഹിതിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് സാഹിതിയിൽ പരിചയപ്പെടുന്ന പുസ്തകത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. ഇതുവരെ നമ്മൾ സാഹിതിയിൽ പരിചയപ്പെട്ട പുസ്തകങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് നമ്മൾ ഇന്ന് സാഹിതിയിൽ പരിചയപ്പെടുന്നത്. സാധാരണ നമ്മൾ ഒരു പുസ്തകം പരിചയപ്പെടുമ്പോൾ ഒരു കഥയോ നോവലോ ചെറുകഥയോ കവിതയോ യാത്രാ വിവരണമോ ആത്മകഥയോ ജീവചരിത്രമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതൊന്നുമല്ല. അതിലുപരി ഒരു എഴുത്തുകാരൻ്റെ പുസ്തകമോ ഒരു എഴുത്തുകാരിയുടെ പുസ്തകമോ ആയിരിക്കും നമ്മൾ സാഹിതിയിൽ പരിചയപ്പെടുക. ഇത് അതിൽ നിന്നും വ്യത്യസ്തമാണ്. കേരളത്തിൽ ജനിച്ചു വളർന്ന, എന്നാൽ കേരളത്തിലല്ലാതെ ഭാരതത്തില് പല സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്ന, ഇന്ത്യയുടെ പല ഭാഗത്ത് സ്ഥിരതാമസമാക്കിയ, എന്നാൽ കേരളത്തിലും ഉള്ള കുറേയേറെ എഴുത്തുകാരികൾ, അവരെല്ലാവരും ചേർന്ന് ഒരു സംഘടനയുണ്ടാക്കി. ആ സംഘടന എഴുത്തിനെയും എഴുത്തുകാരികളെയും പ്രോത്സാഹിപ്പിച്ചു. ഒരു വനിതാ സംഘടനയാണത്. പിന്നീട് ആ എഴുത്തുകാരികളുടെ കൃതികൾ ചേർത്ത് വെച്ചുകൊണ്ട് അവർ പുസ്തകങ്ങൾ ഇറക്കി. ആ പുസ്തകങ്ങൾക്ക് ധാരാളം വായനക്കാരുണ്ടായി. അങ്ങനെ ഒരു പുസ്തകമാണ് നമ്മൾ ഇന്ന് സാഹിതിയിൽ പരിചയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഏറെ വ്യത്യസ്തതകളുള്ള, ഏറെ പുതുമകളുള്ള ഒരു പുസ്തകമാണ് നമ്മൾ ഇന്ന് സാഹിതിയിൽ പരിചയപ്പെടുന്നത് എന്ന് പറഞ്ഞത്. കേരളത്തിലും കേരളത്തിന് പുറത്തുമായി ജോലി ചെയ്യുന്ന, അതോടൊപ്പം തന്നെ സാഹിത്യത്തിൽ അഭിരുചിയുള്ള 38ഓളം വനിതാ എഴുത്തുകാരികൾ ചേർന്ന് എഴുതിയൊരു പുസ്തകം. അതിനു മുമ്പ് ഞാൻ ആ സംഘടനയെ കുറിച്ചൊന്ന് പറയാം. വനിതാ എഴുത്തുകാരികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഇവരെല്ലാവരും ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയാണ് പെണ്ണില്ലം എഴുത്തിടം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അതിലൂടെ നിരവധി പുസ്തകങ്ങൾ അവർക്ക് ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി സ്ത്രീ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ നമ്മുടെ സാഹിതിയിലേക്ക് എത്തിച്ചേർന്നൊരു പുസ്തകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇതില് 38 എഴുത്തുകാർ ചേർന്നെഴുതിയ ഒരു പുസ്തകം. ഈ പുസ്തകത്തിന് അവർ ഓരോ തവണ പുസ്തകം ഇറക്കുമ്പോഴും അതിലൊരു വിഷയം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പുസ്തകത്തിലും ഒരു വിഷയം അവർ വിഷയം എടുത്തിട്ടുണ്ട്. പല എഴുത്തുകാരുടെ കൃതികളെ, അല്ലെങ്കിൽ പല എഴുത്തുകാരെ അവരുടെ എഴുത്തിന്റെ രീതികളിൽ ഈ പർട്ടിക്കുലർ വിഷയത്തിൽ ആ എഴുത്തുകാർ കാണിച്ചിട്ടുള്ള രീതി, അതാണിവിടെ ഈ എഴുത്തുകാർ ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. ഇത്തവണ പെണ്ണില്ലം എഴുത്തിടം എടുത്തിരിക്കുന്ന വിഷയം പ്രണയമാണ്. ഓരോ എഴുത്തുകാരും ആ വിഷയത്തെ സ്വീകരിച്ചിരിക്കുന്ന രീതി, അല്ലെങ്കിൽ ചില കൃതികളിലെ പ്രണയ കഥാപാത്രങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് ഓരോ എഴുത്തുകാരികളും എഴുതിയിരിക്കുന്നതാണ്. 38 പേരാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 38 പേരുടെയും എഴുത്തിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു വരുമ്പോൾ നമുക്കൊരു എപ്പിസോഡൊന്നും പോരാതെ വരും, ഒരു അധ്യായത്തിലൊന്നും നിൽക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് പേരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് ഞാൻ ആ പുസ്തകം ഒന്ന് കാണിച്ചു തരാം. പെണ്ണില്ലം എഴുത്തിടം ഇറക്കിയ ഏറ്റവും പുതിയ പുസ്തകമാണ്.
മഷി പുരണ്ട പ്രണയങ്ങൾ. ഇതാണ് ആ പുസ്തകം. പെണ്ണില്ല എഴുത്തിലം എഴുതിയ മഷി പുരണ്ട പ്രണയങ്ങൾ. ശ്രീമതി രാജി അരവിന്ദാണ് ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. AP സുധീര മാഡം ആശംസ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബേബി ജയരാജ്, സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയും മനുഷ്യാവകാശ പ്രവർത്തകയും ഒക്കെയായ ശ്രീമതി ബേബി ജയരാജ് ആശംസ അറിയിച്ചിട്ടുണ്ട്. പിന്നെ വിശ്വം പടനിലം, അദ്ദേഹത്തിന്റെ പ്രണയത്തിന്റെ നീലിച്ച വർണ്ണങ്ങൾ എന്നൊരു ആമുഖത്തോടു കൂടിയാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. പിന്നെ യമുന ഹരീഷ്, അനിതാദേവി, ജയലക്ഷ്മി തുടങ്ങിയ 3 പേര് സബ് എഡിറ്ററായിട്ട് ഈ പുസ്തകത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ ആദ്യത്തെ കഥ പറയുന്നത് കൃഷ്ണഗാഥ എഴുതിയ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥാകാരന്റെ പ്രണയ വർണ്ണനാചാതുര്യം എന്ന ഹെഡിങ്ങോടുകൂടി ശ്രീമതി മഹിളാമണി സുഭാഷ് എഴുതിയ കൃതിയാണ് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഓരോ എഴുത്തുകാരെയും ആദ്യം ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ ബയോഡേറ്റ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് അവരുടെ കൃതിയിലേക്ക് വരുന്നത്. കൃഷ്ണഗാഥയിലെ ചെറുശ്ശേരി എഴുതിയിരിക്കുന്ന കൃഷ്ണഗാഥയിലെ പ്രണയത്തെക്കുറിച്ച്, അതിൻ്റെ പ്രണയത്തിന്റെ വർണ്ണനയെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടും വിശദമായിട്ടും ശ്രീമതി മഹിളാമണി സുഭാഷ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാളികളുടെ പ്രിയങ്കരനായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന കൃതി എടുത്തിട്ട് അതിലെ പ്രണയത്തെക്കുറിച്ചാണ് ശ്രീമതി ഉമാദേവി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സുഗന്ധം പരത്തിയ പനിനീർദളം എന്ന ഹെഡിങ്ങോടുകൂടി അജിത സജീവ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിലക്കപ്പെട്ട പ്രണയം, ശ്രീമതി തുളസി മണിയാർ എഴുതിയിരിക്കുന്ന വിലക്കപ്പെട്ട പ്രണയം, അതായത് കണക്കൂർ R സുരേഷ് കുമാർ എഴുതിയ ബൗദ്ധി എന്ന നോവല്, രവീന്ദ്രനാഥ് ടാഗോറിന്റെയും ജ്യേഷ്ഠത്തിയമ്മയായ കാദംബരിയുടെയും തീവ്രമായ പ്രണയത്തെ കുറിച്ച് കാർവാറിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതിയ ബൗദ്ധി എന്ന മനോഹരമായ നോവലിലെ പ്രണയം, അതിനെക്കുറിച്ച് ശ്രീമതി തുളസി മണിയാർ എഴുതിയ വിലക്കപ്പെട്ട പ്രണയം. അതുപോലെ തന്നെ മലയാളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്ന ഒയ്യാരത്ത് ചന്തുമേനോന്റെ ഇന്ദുലേഖ, അതില് ഒയ്യാരത്തിന്റെ പ്രണയകാവ്യങ്ങൾ എന്ന് ഹെഡിങ്ങോടുകൂടി ശ്രീലത സായി വൈക്കം, ശ്രീലത മാഡം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീമതി മായാമണി TP എഴുതിയിരിക്കുന്ന ചെമ്മീൻ അഥവാ പ്രണയമീൻ, മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ ശ്രീ തകഴി ശിവശങ്കരപിള്ള സാറിന്റെ വിശ്വവിഖ്യാതമായ കൃതി ചെമ്മീൻ, അതിനെക്കുറിച്ച് ശ്രീമതി മായാമണി TP എഴുതിയിരിക്കുന്നു. ലോകം കണ്ട ഏറ്റവും പ്രിയങ്കരനായ കവി പാബ്ലോ നെരുദയെക്കുറിച്ച്, നെരുദയുടെ ഒരു പർട്ടിക്കുലർ കൃതി എടുത്തിട്ടല്ല, അല്ലാതെ നെരുദയുടെ പ്രണയം എന്ന വിഷയത്തിൽ ശ്രീമതി അജി സുരേന്ദ്രൻ എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബേപ്പൂർ സുൽത്താന്റെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളിലെ പ്രണയത്തെക്കുറിച്ച്, സുൽത്താൻ കഥകളിലെ പ്രണയം എന്ന ഹെഡിങ്ങോടുകൂടി ശ്രീമതി സന്ധ്യ ചന്ദ്രൻ ഒരു കൃതി എഴുതിയിട്ടുണ്ട്. പത്മരാജൻ പ്രണയസങ്കല്പങ്ങളുടെ ഗന്ധർവൻ എന്ന് യമുന ഹരീഷ് എഴുതിയിരിക്കുന്നു. പത്മരാജൻ കൃതികൾ നമുക്ക് എല്ലാവർക്കും എത്രയോ ഇഷ്ടമാണ്. എത്രയോ മലയാളം കണ്ട ഏറ്റവും നല്ല സംവിധായകരിൽ
ഒരാളായ സിനിമാ സംവിധായകരിൽ ഒരാളായ ശ്രീ പത്മരാജൻ സാറ്. അതുപോലെ തന്നെ പ്രണയത്തെക്കുറിച്ച് മലയാളികൾ സംസാരിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വന്നാലും അവസാനം വന്നു നിൽക്കുന്നതാണ് രമണനും ചന്ദ്രികയും. രമണനെയും ചന്ദ്രികയെയും മറന്നിട്ട് മലയാളികൾക്കൊരു പ്രണയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ബൃഹത്താണ്, അത്രയ്ക്ക് ഹൃദ്യമാണ് രമണനും ചന്ദ്രികയും തമ്മിലുള്ള പ്രണയത്തിന്റെ. ചങ്ങമ്പുഴയുടെ ഏറ്റവും ഹൃദയഹാരിയായ കൃതിയെക്കുറിച്ച് ചങ്ങമ്പുഴയുടെ പ്രണയസങ്കല്പങ്ങളിലൂടെ എന്ന ഹെഡിങ്ങോടുകൂടി ശ്രീമതി ജിഷ ദിലീപ് എഴുതിയിരിക്കുന്നു. വീണ്ടും സുൽത്താൻ കൃതികളിലെ പ്രണയം എന്ന ഹെഡിങ്ങോടുകൂടി ചോറ്റാനിക്കര ശ്രീമതി ബിന്ദു വേണു എഴുതിയിട്ടുണ്ട്. ചങ്ങമ്പുഴ എന്ന മാത്രം ഒരു ഹെഡിങ്ങോടുകൂടി ശ്രീമതി സുധാ കൈതാരം എഴുതിയിരിക്കുന്ന ഒരു ലേഖനം. അതുപോലെ തന്നെ മലയാള ക്യാമ്പസുകളെ ഇളക്കിമറിച്ച കവി, പ്രത്യേകിച്ച് യുവതലമുറ നെഞ്ചോട് ചേർത്ത കവി ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ചുള്ളിക്കാട് സാറിന്റെ ക്യാമ്പസുകളുടെ പ്രണയകവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന ടൈറ്റിലോടുകൂടി ശ്രീമതി ജയലക്ഷ്മി KS എഴുതിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മലയാളികൾക്ക് പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടത്തോടെ പറയുന്ന ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. മാധവിക്കുട്ടിയെ മറന്നിട്ട് മലയാളത്തിന്റെ പ്രണയത്തെക്കുറിച്ച് നേരത്തെ ഞാൻ ചങ്ങമ്പുഴയുടെ കാര്യം പറഞ്ഞ പോലെ മാധവിക്കുട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉഷാ ഗോപാലകൃഷ്ണൻ എഴുതിയിരിക്കുന്നു മാധവിക്കുട്ടി എന്ന ടൈറ്റിലോടുകൂടി. പ്രണയം KR മീരയുടെ കഥകളിലൂടെ എന്ന ടൈറ്റിലിൽ ഉഷാ സുരേന്ദ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകമെന്നും ഭീതിയോടെ വായിച്ചിട്ടുള്ള ആദ്യത്തെ ഭീകര നോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയുടെ പ്രണയത്തെക്കുറിച്ച്, ഡ്രാക്കുള പ്രണയം ബ്രാം സ്റ്റോക്കറിന്റെ കണ്ണിലൂടെ എന്ന് ഹെഡിങ്ങിൽ ശ്രീമതി ദേവി നായർ എഴുതിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകളിലൂടെ എന്ന ഹെഡിങ്ങിലൂടെ മിനി ജോമോൻ ലേഖനം എഴുതിയിരിക്കുന്നു. പിന്നെ KR മീരയുടെ മീര സാധു എന്ന കൃതിയെ മാത്രം എടുത്തിട്ട് KR മീരയുടെ മീര സാധു എന്ന ഹെഡിങ്ങോടെ രേഷ്മ സുരേഷ് എഴുതിയൊരു ലേഖനം. സ്നേഹത്തിന്റെ സുൽത്താൻ എന്ന വാക്ക് കേൾക്കുമ്പോഴേ എല്ലാവർക്കും അറിയാം വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. കാരണം മലയാളത്തിന്റെ സുൽത്താൻ ബഷീർ തന്നെയായിരുന്നു. ബഷീറിന്റെ സ്നേഹത്തിന്റെ സുൽത്താൻ എന്ന പേരിൽ അനുരഞ്ജന PV ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. പ്രണയം N മോഹനന്റെ വരികളിലൂടെ എന്ന ടൈറ്റിൽ ശ്രീമതി PT ഗീത വെട്ടൂർ ലേഖനം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമലാ സുരയ്യ എന്ന മാധവിക്കുട്ടി. ഓരോ കാലഘട്ടത്തിലും മാധവിക്കുട്ടി പേരുകൾ ഇങ്ങനെ മാറി 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 വന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ മാധവിക്കുട്ടി കമലാ സുരയ്യയും ഒക്കെ വന്നത് നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ കമലാ സുരയ്യ എന്ന മാധവിക്കുട്ടി എന്ന ടൈറ്റിലിൽ വിദ്യാവിമൽ എഴുതിയിരിക്കുന്നു. 40 പ്രണയ നിയമങ്ങൾ എലിഫ് ഷഫാഖ് എന്ന പേരിൽ ലീന മാത്യു എഴുതിയിട്ടുണ്ട്. പിന്നെ മലയാളത്തിന്റെ പ്രിയങ്കരിയായ ടീച്ചർ സുഗതകുമാരി ടീച്ചർ എഴുതിയ കൃതികളെ കുറിച്ച്, സുഗതകുമാരി ടീച്ചറിനെ കുറിച്ച് സുഗതകുമാരി എന്ന പേരിൽ തന്നെ സീബ മക്രേരി എഴുതിയിട്ടുണ്ട്. പിന്നെ ലോകം കണ്ട പ്രണയകവി റൂമിയുടെ പ്രണയമൊഴികളിലെ തീർത്ഥസ്നാനം എന്ന പേരിൽ വിജയലക്ഷ്മി നാരായണൻ കുറിച്ചിരിക്കുന്നു. പിന്നെ ലോകം കണ്ട എക്കാലത്തെയും മികച്ച കൃതികളിൽ
കൃതി ലോകം കണ്ട ഏറ്റവും മികച്ച രചയിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ലിയോ ടോൾസ്റ്റോയുടെ കൃതികളെക്കുറിച്ച്, ടോൾസ്റ്റോയുടെ കൃതികളിലെ പ്രണയത്തെക്കുറിച്ച്, കാലാതിവർത്തിയായ പ്രണയം ടോൾസ്റ്റോയി രചനകളിൽ എന്ന ഹെഡിങ്ങോടുകൂടി ശ്രീമതി അനിതാദേവി വേലന്താവളം എഴുതിയിരിക്കുന്നു. പ്രണയചന്ദ്രികയിൽ എരിഞ്ഞടങ്ങിയ രമണ നക്ഷത്രം, വീണ്ടും ചങ്കമ്പുഴയുടെ ചന്ദ്രികയും രമണനും വരുന്നു. ആഷിത ആൻസിൽ പ്രണയചന്ദ്രികയിൽ എരിഞ്ഞടങ്ങിയ രമണ നക്ഷത്രം എന്ന പേരിൽ ലേഖനം എഴുതിയിരിക്കുന്നു. ബഷീർ കഥകളിലെ പ്രണയം എന്ന പേരിൽ ദേവിക റാണി എഴുതിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കവി അയ്യപ്പ കവിതകളിലെ പ്രണയ വഴികളിലൂടെ എന്ന ഹെഡിങ്ങിൽ ശ്രീമതി വിനിത സന്തോഷ് എഴുതിയിരിക്കുന്നു. മഞ്ഞിലെ ഉപാധികളില്ലാത്ത പ്രണയം ശ്രീമതി ശ്രീകല എഴുതിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച ഗാനരചയിതാവ്, പ്രിയപ്പെട്ട കവി പി ഭാസ്കരൻ മാഷിനെ കുറിച്ച് ശ്രീമതി സുചിത്ര ബാബു പി ഭാസ്കരൻ എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. വീണ്ടും മാധവിക്കുട്ടിയെ കുറിച്ച് ശ്രീമതി ഷൈല രാജു എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിലെ കവികള്, ഗാനരചയിതാവ് എന്നൊക്കെ നിലയിൽ ഒരു വ്യക്തിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികൾ ആദ്യം പറയുന്ന ഒരു പേരുണ്ട്. വയലാർ എന്ന 4 അക്ഷരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന വയലാർ രാമവർമ്മ സാറിന്റെ പാട്ടുകൾ ഒരു ദിവസം ഒരു തവണയെങ്കിലും മൂളാത്ത മലയാളികളില്ല എന്ന് തന്നെ പറയാം. ആ വയലാർ സാറിന്റെ പ്രണയത്തെക്കുറിച്ച്, വയലാറിന്റെ വരികളിൽ പ്രണയത്തിന്റെ സംഗീതം എന്ന തലക്കെട്ടിൽ ശ്രീമതി സുനിത CV ലേഖനം എഴുതിയിരിക്കുന്നു. ചങ്ങമ്പുഴയുടെ രമണനിലെ പ്രണയസങ്കല്പം എന്ന പേരിൽ ശ്രീമതി ചന്ദ്രമതി S വൈദ്യർ ലേഖനം എഴുതിയിട്ടുണ്ട്. കോളറ കാലത്തെ പ്രണയം എന്ന പേരിൽ സിന്ധു NR ഈ പുസ്തകത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നു. സുഗതകുമാരി കവിതകളിലെ പ്രണയമഴ എന്ന പേരിലാണ് ജെയ്നി N ജോർജ് എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോലമി പ്രണയ ദിനങ്ങൾ എന്ന ഹെഡിങ്ങിൽ ലൈജുമോൾ VV എഴുതുമ്പോൾ, മാധവിക്കുട്ടിയുടെ കഥയിലൂടെ അവരുടെ പ്രണയസങ്കല്പം എന്ന ടൈറ്റിലിൽ OK ശൈലജ ടീച്ചർ എഴുതിയിരിക്കുന്നു. ഏറ്റവും അവസാനമായി 38ാമത്തെ ലേഖനമായി ഇതിന്റെ ചീഫ് എഡിറ്റർ കൂടെയായ ശ്രീമതി രാജി അരവിന്ദ് തിരഞ്ഞെടുത്തത് ഓഷോയുടെ പ്രണയ കാഴ്ചകൾ എന്ന ഹെഡിങ്ങോടുകൂടി ആചാര്യ രജനീഷ് എന്നറിയപ്പെട്ട ശ്രീ ആചാര്യ രജനീഷ് ഓഷോ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രണയ സങ്കല്പങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഓഷോയുടെ പ്രണയ കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത്രയും ഞാൻ വായിച്ചത് 38 എഴുത്തുകാരികൾ അവരുടെ 38 ലേഖനങ്ങളാണ് മഷിപുരണ്ട പ്രണയങ്ങൾ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതിൽ ഞാൻ ഈ പറഞ്ഞ കുറെ എഴുത്തുകാരെ കുറിച്ചുണ്ട്, കുറെ എഴുത്തുകാരുടെ കൃതികളെ കുറിച്ചുണ്ട്. ഈ 38 കൃതികളെയും ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ലേഖനങ്ങളെയും കുറിച്ച് വിവരിക്കാൻ നമുക്കൊരു അധ്യായം പോലാതെ വരും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ അധ്യായം നിർത്താം. ഇതില് പൊയ്യാരത്ത് ചന്ദമേനോന്റെ ഇന്ദുലേഖ പലരും വായിച്ചിട്ടുണ്ട്, പലർക്കും അറിയാവുന്ന, പലരും ഒന്നുമില്ല, മലയാളികളിൽ ഇന്ദുലേഖ വായിക്കുന്നവർ കുറവായിരിക്കും. ഇന്ദുലേഖയും മാധവനും സൂര്യതമ്പൂരിപ്പാടും ഒക്കെ മലയാളികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ്. അതിൽ മാധവനും ഇന്ദുലേഖയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച്, തീവ്രമായ പ്രണയത്തെക്കുറിച്ച് ഇതിനകത്ത് എഴുതിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മൂത്ത ജ്യേഷ്ഠൻ ബോംബെയിൽ നിന്ന് കാർവാറിലേക്ക് ഉദ്യോഗാർത്ഥം താമസത്തിനെത്തിയപ്പോൾ അദ്ദേഹം വന്ന് ജോയിൻ ചെയ്ത ശേഷം അനുജനെയും
അനുജത്തെയും കുടുംബത്തെയും ഒക്കെ കാർവാർ കാണിക്കാനും കുറച്ചുനാള് അദ്ദേഹത്തിനോടൊപ്പം, അതായത് സത്യേന്ദ്രനാഥ് എന്ന വലിയ മനുഷ്യനോടൊപ്പം താമസിക്കാനും അദ്ദേഹം ക്ഷണിക്കുകയും കൊണ്ടുവരികയുമാണ്. ഇന്ത്യയിലേക്ക് ആദ്യം നോബൽ സമ്മാനം കൊണ്ടുവന്ന രവീന്ദ്രനാഥ ടാഗോർ, ഗീതാഞ്ജലി എന്ന കൃതിയിലൂടെ ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക് ആദ്യം നോബൽ പ്രൈസ് കൊണ്ടുവന്ന വ്യക്തി മഹാകവി രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കുറച്ച് ദിവസങ്ങൾ മാത്രം എടുത്തിട്ട് ശ്രീ കണക്കൂർ സുരേഷ് കുമാർ എഴുതിയ ഏറ്റവും മനോഹരമായ ഒരു നോവലാണ് ബൗദ്ധി. ബൗദ്ധി എന്ന് പറഞ്ഞെന്നാൽ ജ്യേഷ്ഠത്തിയമ്മ എന്നാണ് അർത്ഥം. സത്യേന്ദ്രനാഥ ടാഗോറിന്റെയും അനുജനും രവീന്ദ്രനാഥ ടാഗോറിന്റെ ജ്യേഷ്ഠനുമായ ജിതേന്ദ്രനാഥ ടാഗോറിന്റെ പത്നി കാദംബരിയും അനുജൻ രവീന്ദ്രനാഥ ടാഗോറുമായിട്ടുള്ള തീവ്രമായ പ്രണയത്തെക്കുറിച്ചാണ് ബൗദ്ധി എന്ന നോവൽ പറയുന്നത്. നമുക്ക് ആർക്കും പെട്ടെന്ന് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ഒരു ജ്യേഷ്ഠത്തിയമ്മ അമ്മയായി കാണേണ്ടതാണ്. ജ്യേഷ്ഠത്തിയമ്മ, ആ ജ്യേഷ്ഠത്തിയമ്മയുമായിട്ട് പ്രണയം. പക്ഷെ അവരുടെ പ്രണയത്തിലെ വിശുദ്ധി എത്രമാത്രമായിരുന്നു എന്ന് ആ നോവൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. പിന്നീട് ഈ കഥ പറയുന്ന കാലഘട്ടത്തിലൊന്നും രവീന്ദ്രനാഥ് ടാഗോർ ഗീതാഞ്ജലി എഴുതിയിട്ടൊന്നുമില്ല. വളരെ ചെറുപ്പകാലത്താണ്, അദ്ദേഹത്തിന്റെ 16 വയസ്സിൽ തൊട്ട് മുകളിലേക്കുള്ള കാലമാണ് ബൗദ്ധി എന്ന നോവലിന് വേണ്ടി ശ്രീ കണക്കൂർ സുരേഷ് കുമാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്കറിയാം, ഇവർ തിരിച്ച് നാട്ടിലെത്തുകയും രവീന്ദ്രനാഥ് ടാഗോർ വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അമിതമായ രീതിയിൽ കറുപ്പെന്ന മയക്കുമരുന്ന് കഴിച്ച് കാദംബരി ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ വിഷയത്തിലേക്കൊന്നും ബൗദ്ധി എന്ന നോവൽ വന്നിട്ടില്ല. അതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. കാർവാറിലെ ജീവിതം മാത്രം, അത്രയും കുറച്ച് ദിവസത്തെ ആ കാലയളവ് മാത്രം എടുത്തിട്ടാണ് ബൗദ്ധി എന്ന നോവൽ ശ്രീ കണക്കൂർ സുരേഷ് കുമാർ എഴുതിയിരിക്കുന്നത്. ആ നോവലിനെ അധികരിച്ചുകൊണ്ടാണ് ഇതിനകത്ത് തുളസി മണിയാർ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചെമ്മീൻ അഥവാ പ്രണയമീൻ എന്ന രീതിയിൽ ഇതിനകത്തൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് മലയാളം കണ്ട ഏറ്റവും നല്ല പ്രണയമായിരുന്നു കറുത്തമ്മയും പരീക്കുട്ടി. രണ്ട് മതത്തിൽ ജനിച്ചു വളർന്നവർ, രണ്ട് സമുദായത്തിൽ ജനിച്ചു വളർന്നവർ. ഒരാള് മത്സ്യത്തൊഴിലാളിയുടെ മകളും ഒരാൾ മുതലാളിയുമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ ഇവർ തമ്മിലുള്ള പ്രണയം സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പുസ്തകത്തിൽ ഒരു ലേഖനം വന്നിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ശ്രീമതി മായാമണി TP, മായാമണിയാണ് ഈ ചെമ്മീൻ അഥവാ പ്രണയമീൻ എന്ന ലേഖനം എഴുതിയിരിക്കുന്നത്. തീരപ്രദേശത്ത് മുക്കുവരുടെ ഇടയിൽ, പ്രത്യേകിച്ച് അരേ സമുദായത്തിൽ നിലനിന്നിരുന്ന ഒരു വിശ്വാസത്തെക്കുറിച്ച് മായാമണി സൂചിപ്പിച്ചു വിടുന്നുണ്ട്. അത് വേണ്ടായിരുന്നു, അത് ഒഴിവാക്കാമായിരുന്നു തകഴി സാറിന് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ലേഖനം എഴുതിയത്. ആ വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു അരയൻ കടലിൽ പോയാൽ കരയിലുള്ള അരയത്തി, അതായത് അവൻ്റെ പെണ്ണ്, അവൻ്റെ പത്നി പരിശുദ്ധയായിരിക്കണം, ഇല്ലെങ്കിൽ അപകടം പറ്റുന്നത് അരയനിയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കടലിലേക്ക് പോകുന്ന അരയന്റെ ജീവന് കാവൽ വിളക്കായി നിൽക്കുന്നത് കരയിലിരിക്കുന്ന അരയത്തിയാണ്, അവളുടെ പരിശുദ്ധിയാണ് എന്നൊരു സന്ദേശം ചെമ്മീൻ എന്ന കൃതിയിൽ വയ്ക്കുന്നുണ്ട്. അത് തീരപ്രദേശത്ത് അരേ സമുദായത്തിൽ ഉള്ളത് തന്നെയാണ്. ആ വിശ്വാസം അത് വെറുമൊരു വിശ്വാസമല്ലായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള
ഒരു വിശ്വാസം. ഈ വിശ്വാസം എന്ന വാക്ക് നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ന് ഉറങ്ങിക്കിടക്കുന്ന നമ്മൾ നാളെ പുലർച്ചെ എഴുന്നേൽക്കുമെന്ന് ഒരുറപ്പുമില്ല. ഒരു വിശ്വാസം മാത്രം. ഈ ലോകത്തിലുള്ള ഏതൊരു കുഞ്ഞും ആ കുഞ്ഞിനെ ജനിപ്പിച്ച വ്യക്തിയെ അച്ഛനെന്നോ അപ്പച്ചനെന്നോ ബാപ്പയെന്നോ ഡാഡി എന്നോ പപ്പ എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും അത് ആ കുഞ്ഞിന്റെ DNA സർട്ടിഫിക്കറ്റ് അമ്മ കൊടുത്തിട്ടല്ല അത് വിളിക്കുന്നത്. അമ്മ പറഞ്ഞു കൊടുത്ത് ഇതാണ് നിന്റെ അച്ഛൻ. അത് കേട്ടിട്ട് വിളിക്കുകയാണ്. അച്ഛാന്നോ ബാപ്പയെന്നോ ഡാഡിയെന്നോ അപ്പച്ചാന്നോ പപ്പയെന്നോ ഒക്കെ. ഈ ഓരോ വിളി ഈ കുഞ്ഞ് അച്ഛനെ വിളിക്കുമ്പോഴും അറിഞ്ഞോ അറിയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അതിൽ ആ കുഞ്ഞിന് അമ്മയോടുള്ള വിശ്വാസത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വാസം എന്ന വാക്ക് അത്ര നിസ്സാരമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു വ്യക്തിയെ വോട്ടിങ്ങിലൂടെ ജയിപ്പിച്ച് അധികാരത്തിലെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്. ഈ വ്യക്തി നമ്മുടെ കാര്യങ്ങളെല്ലാം നിറവേറ്റിത്തരും, നമ്മുടെ സമൂഹത്തിന് ഒരു നന്മയാണ്. ഈ വിശ്വാസമാണല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് നമ്മളെ നിലനിർത്തുന്നതും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും. ഇതെൻ്റെ ഒരഭിപ്രായം മാത്രമാണ്. അതുപോലെ തന്നെ ഏത് മേഖലകളിലും നമ്മൾ എടുത്തു നോക്കിയാൽ ചില വിശ്വാസങ്ങൾ അടിയുറച്ച് കിടപ്പുണ്ട്. അതുപോലൊരു വിശ്വാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞ അരേ സമുദായത്തില് കടലില്. കാരണം ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പും ഇല്ലാത്ത ഒരു ജോലിക്കായിട്ടാണ് അവർ പോകുന്നത്. നമുക്ക് കരയില് നിന്ന് കാര്യങ്ങൾ ചെയ്താൽ, ഈ തീരപ്രദേശത്തുള്ളവരൊക്കെ പറയാറുണ്ട്, കരയിൽ എന്ത് ജോലി ചെയ്താലും ആ ജോലി ചെയ്യുന്ന ആൾ മരിച്ചാൽ ആ മരിച്ചയാളുടെ ബോഡി ശവശരീരം വീട്ടിലെത്തിക്കാൻ പറ്റും. കാരണം നമ്മുടെ കയ്യിൽ കിട്ടും. പക്ഷെ കടലിൽ പോയി മരിച്ചാൽ ഒരു ഉറപ്പുമില്ല. വെള്ളത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല എപ്പോൾ തിരിച്ചു കിട്ടുമെന്ന്. ഈ മൂന്നാം പക്കമൊക്കെ വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം സത്യമാണ് വാസ്തവമാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ ഇതൊക്കെ ഒരു വിശ്വാസമാണ്. അപ്പൊ ഈ വിശ്വാസത്തെ ഒഴിവാക്കാമായിരുന്നു എന്ന് ശ്രീമതി മായാമണി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ ഹൃദയഹാരിയായ ലേഖനങ്ങൾ ആണ്, 38 ലേഖനങ്ങളാണ് ഈ പുസ്തകത്തിൽ, മഷിപുരണ്ട പ്രണയങ്ങൾ എന്ന പുസ്തകത്തിൽ പെണ്ണില്ലം എഴുത്തിനം എഴുതിയിരിക്കുന്നത്, പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ കൃതികളും വായിക്കാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാകും. അല്പം പോലും ബോറടിക്കാതെ നമുക്ക് വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ 38ാമത്തെ ലേഖനം ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിന്റെ എഡിറ്റോറിയൽ നിർവഹിച്ച ശ്രീമതി രാജി അരവിന്ദ് ഓഷോയുടെ പ്രണയക്കാഴ്ചകൾ എന്ന ഹെഡിങ്ങോടുകൂടിയാണ് എഴുതിയിരിക്കുന്നത്. ഓഷോയുടെ ലേഖനങ്ങളോ ഓഷോയുടെ പുസ്തകങ്ങളോ ഓഷോയുടെ പ്രഭാഷണങ്ങളോ ഒക്കെ കേട്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാകും പ്രണയത്തെക്കുറിച്ച് ഇത്രയ്ക്ക് വാചാലനായ, പ്രണയത്തെക്കുറിച്ച് ഇത്ര ഡീപ്പായിട്ട് പറഞ്ഞിട്ടുള്ള മറ്റൊരു വ്യക്തി ഉണ്ടാകുമോ, ഒരു ആചാര്യൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് സംശയമാണ്. അത്രയ്ക്ക്. പക്ഷെ ഇതിനകത്ത് ഈ അവസാന പേജിലേക്ക് വരുമ്പോൾ ഒരു കണക്ക് ശ്രീമതി രാജി അരവിന്ദ് പറയുന്നു. 1,65,000 പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ച് തീർത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. 1931 ഡിസംബർ 11 മധ്യപ്രദേശിലെ കച്ചുവാടിയിൽ ജനിച്ച രജനീഷ് 1990 ജനുവരി 19 ദേഹം വെടിയുകയാണ് ഉണ്ടായത്. 59 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം. 59 വയസ്സെന്ന് പറയുമ്പോൾ 21,535 ദിനങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത്. 21,535 ദിനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം അത്രയും ദിവസമായിരുന്നു. അത്രയും ദിവസം കൊണ്ട് അദ്ദേഹം വായിച്ചു തീർത്തതെന്ന് അവകാശപ്പെടുന്നത് 1,65,000 പുസ്തകങ്ങളാണെന്ന് ഈ ലേഖനത്തിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ശരാശരി അദ്ദേഹം ജനിച്ച നാൾ മുതൽ 7.66 പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ
ഒരു ദിവസം പോലും മുടങ്ങാതെ 7.66 പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമേ ഈ 59 വയസ്സ് കൊണ്ട് 1,65,000 പുസ്തകങ്ങൾ വായിച്ചു തീർക്കാൻ പറ്റും. ഇത് ഞാൻ പറയുന്നതല്ല, കണക്കാണ്. ഇതിനിടയിൽ 650 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. അപ്പൊ അത് കണക്കൊരു ലോജിക്കില്ലായ്മയായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ഓഷോ രജനീഷ് എന്ന് പറയുന്ന ആചാര്യൻ മലയാളികൾക്ക് മാത്രമല്ല ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങളാണ്. പ്രണയത്തെയും ലൈംഗികതയെയും കുറിച്ച് ഇത്രയ്ക്ക് ആധികാരികപരമായി ഇത്രയ്ക്ക് ഡീപ്പായി പറഞ്ഞൊരു മറ്റൊരു വ്യക്തിയുണ്ടോ എന്ന് പോലും സംശയമാണ്. അദ്ദേഹം പ്രണയത്തെക്കുറിച്ച് പറയുന്നൊരു രസകരമായൊരു വാക്ക് ഇതിനകത്ത് ശ്രീമതി രാജി അരവിന്ദ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ എനിക്ക് എന്നെ തന്നെ പ്രണയിക്കാനായിരുന്നു ഇഷ്ടം. എനിക്ക് വിശന്നപ്പോഴും എനിക്ക് മൂത്രശങ്ക ഉണ്ടായപ്പോഴും എനിക്ക് ഉറങ്ങാൻ തോന്നിയപ്പോഴും ഞാൻ വാശി പിടിച്ചത് ഞാൻ എന്നെ പ്രണയിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് ഓഷോയുടെ വരികൾ ഇതിൽ കടം കൊണ്ടിട്ടുണ്ട്. എനിക്ക് നഗ്നത ആവശ്യമായിരുന്നു. എവിടെയും ലഭിക്കാതിരുന്ന അത് എനിക്ക് നൽകിയത് ഞാൻ പ്രണയിച്ചു കൊണ്ടിരുന്ന എൻ്റെ സ്വന്തം നഗ്നതയായിരുന്നു. അതിന് എനിക്കൊരു മീഡിയേറ്ററിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നും ഓഷോ പറയുന്നതായി ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പ്രണയത്തെക്കുറിച്ച് നമ്മുടെ ചിന്തകൾക്കപ്പുറം ഡീപ്പായിട്ട് ഓഷോയുടെ കൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ രസകരമായ 38 ലേഖനങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് പെണ്ണില്ലം എഴുത്തിടത്തിന്റെ മഷിപുരണ്ട പ്രണയങ്ങൾ എന്ന പുസ്തകം. ലേഖനങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ മറക്കാതെ തിരഞ്ഞെടുക്കേണ്ട ഒരു പുസ്തകമാണ് മഷിപുരണ്ട പ്രണയങ്ങൾ. ഞാൻ ഒരു ക്ഷമയെ പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു, ഇതിനകത്തൊരു 3-4 എഴുത്തുകാരുടെ കൃതികളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പ്രത്യേകം അവരോട് സ്നേഹക്കൂടുതൽ കൊണ്ടോ മറ്റ് എഴുത്തുകാരികളോട് സ്നേഹക്കുറവ് കൊണ്ടോ അല്ല എടുത്തു പറയാതിരുന്നത്. പെട്ടെന്ന് മനസ്സിൽ തോന്നിയ കുറച്ച് ഇത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം സുൽത്താന്റെ കൃതികളാണെങ്കിലും ചങ്ങമ്പുഴയുടെ പ്രണയത്തെക്കുറിച്ചാണ് രമണനും ചന്ദ്രികയും മദനനും ഒക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. പാബ്ലോ നെരുദയെക്കുറിച്ച്, റൂമിയുടെ കൃതികളെക്കുറിച്ച്, ഇതൊക്കെ പറഞ്ഞാൽ എത്ര അധ്യായങ്ങൾ നമുക്ക് വേണ്ടി വരുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു പക്ഷെ ശരിക്കും പറഞ്ഞെന്നാൽ 38 അധ്യായങ്ങളിലായി നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു പുസ്തകത്തെക്കുറിച്ച്. കാരണം 38 ഹൃദയഹാരിയായ ലേഖനങ്ങൾ അടങ്ങിയ പുസ്തകമാണ് മഷിപുരണ്ട പ്രണയങ്ങൾ. ലേഖനങ്ങൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, കൂട്ടുകാരുകൾ മറക്കാതെ വാങ്ങുക പെണ്ണില്ലം എഴുത്തിടത്തിന്റെ മഷിപുരണ്ട പ്രണയങ്ങൾ. ഒത്തിരി നല്ല പുസ്തകങ്ങൾ പരിചയപ്പെടുത്താൻ കഴിഞ്ഞ സാഹിതിയിൽ ഇങ്ങനെ ഒരു പുസ്തകം പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് ഏറെ അഭിമാനമുണ്ട്, ഏറെ സന്തോഷമുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശ്രീമതി തുളസി മണിയാർ തന്നെയാണ് എനിക്ക് ഈ പുസ്തകം നൽകിയത്. അതിൽ ഒത്തിരി നന്ദിയുണ്ട് തുളസി ചേച്ചിയോട്. ഞാൻ അങ്ങനെയാ ചേച്ചിയെ വിളിക്കാറ്. പക്ഷെ അതിനു മുമ്പേ ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു, പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ ആവശ്യപ്പെട്ടത്, എനിക്കിങ്ങനെ പുസ്തകം വേണം എന്ന് പറഞ്ഞ്. വായിച്ചു നോക്കിയപ്പോൾ ഒത്തിരി ഹൃദ്യമായൊരു പുസ്തകം. അതുകൊണ്ട് തന്നെയാണ് സാഹിതിയിൽ പരിചയപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ലേഖനങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ മറക്കാതെ തിരഞ്ഞെടുക്കുക മഷിപുരണ്ട പ്രണയങ്ങൾ. പുതിയൊരു പുസ്തകവുമായി നമുക്ക് വീണ്ടും സാഹിതിയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.